ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ട്രേസസ് വെച്ചൊരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. A line AB 70 mm long has its end A 15 mm above HP and 20 mm in front of VP. It is inclined at 30 degree to HP and 45 degree to VP. Draw its projections and mark its traces. ഇതിൽ ട്രൂ ലെങ്ത് ആണ് തന്നിട്ടുള്ളത്. 70 mm ലൈനിന്റെ ട്രൂ ലെങ്ത്. അതുപോലെ ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു HP ആൻഡ് 45 ഡിഗ്രി ടു VP. അപ്പൊ അതിന്റെ ട്രൂ ഇൻക്ലിനേഷൻസ് ആണ് തന്നിട്ടുള്ളത്. HP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ തീറ്റ ആൻഡ് VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ 5. തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്, 45 ഡിഗ്രി തന്നിട്ടുണ്ട്. ട്രൂ ലെങ്ത് AB-യുടെ ട്രൂ ലെങ്ത് 70. അതുപോലെ പോയിന്റ് എന്റെ ഡീറ്റെയിൽസ്. നമുക്ക് ട്രൂ ലെങ്ത് ആദ്യം വരയ്ക്കാൻ പറ്റും, പിന്നെ നമുക്ക് പ്രൊജക്ട് ചെയ്ത് അതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ട്രേസസ് എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി അത് ഡിസ്കസ് ചെയ്യാം, ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ല നിങ്ങൾക്ക്? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. അപ്പൊ നമുക്ക് ട്രൂ ലെങ്ത് വെച്ച് ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടിയാൽ നമുക്ക് ട്രേസസ് എങ്ങനെ വരയ്ക്കാന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് HT ഹൊറിസോണ്ടൽ ട്രേസ് എങ്ങനെയാ മാർക്ക് ചെയ്യാന്ന് നോക്കാം. സ്റ്റെപ്സ് ടു ലൊക്കേറ്റ് ഹൊറിസോണ്ടൽ ട്രേസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ബിഗിൻ വിത്ത് ഫ്രണ്ട് വ്യൂ. നമുക്ക് ഫ്രണ്ട് വ്യൂ ആദ്യം പിക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ A', B'. എക്സ്റ്റെൻഡ് ഫ്രണ്ട് വ്യൂ അപ് ടു ദ XY ലൈൻ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വ്യൂ A', B'-നെ നമ്മൾ XY ലൈനിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊജക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ബാക്ക്വേർഡ് നമ്മൾ ട്രേസ് ചെയ്യാം. A', B' നമ്മൾ ബാക്ക്വേർഡ് ട്രേസ് ചെയ്ത് അത് ഇവിടെ ജോയിൻ ചെയ്യും. അപ്പൊ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഫ്രണ്ട് വ്യൂ XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് H' എന്ന് നെയിം ചെയ്യാം. H' എന്ന് പറയുന്നത് നമുക്കിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്ന HTയുടെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ നമ്മൾ സ്മോൾ ലെറ്റർ H' എന്ന് നെയിം ചെയ്തു. ഇനി H' എന്ന പോയിന്റിൽ കൂടെ നമ്മളൊരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. അപ്പൊ ആ ഒരു ലൈൻ നമ്മൾ ഒരു ഇൻഫിനിറ്റ് ലെങ്ത്തിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ ടോപ്പ് വ്യൂ, നൗ എക്സ്റ്റെൻഡ് ടോപ്പ് വ്യൂ ടു മീറ്റ് ദിസ് പ്രൊജക്ട്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു, പോയിന്റ് H' കിട്ടി. H' കൂടെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ആ പോയിന്റിലേക്ക് ഈ ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് HT ഹൊറിസോണ്ടൽ ട്രേസ്. അപ്പൊ നമുക്ക് ടോപ്പ് വ്യൂ അതുപോലെ ഈ ലൈനിന് മീറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കോട്ട് ട്രേസ് ചെയ്യാം. അപ്പൊ അത് ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ HT. HT കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ ട്രേസ് കിട്ടാൻ എന്താ ചെയ്യാം? ഇതേ സ്റ്റെപ്സ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ ആദ്യം പിക്ക് ചെയ്യേണ്ടത് ബിഗിൻ വിത്ത് ടോപ്പ് വ്യൂ. അപ്പൊ വെർട്ടിക്കൽ ട്രേസ് കിട്ടാൻ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ സെലക്ട് ചെയ്യുക ആൻഡ് എക്സ്റ്റെൻഡ് ടോപ്പ് വ്യൂ അപ് ടു ദ XY ലൈൻ. ടോപ്പ് വ്യൂ സെലക്ട് ചെയ്തു, അത് നമ്മൾ XY ലൈനിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി ബാക്കോട്ട് ട്രേസ് ചെയ്തു. ടോപ്പ് വ്യൂ നമുക്ക് ബാക്കോട്ട് ട്രേസ് ചെയ്താൽ അത് ഇവിടെ XY ലൈനിൽ മീറ്റ് ചെയ്യുന്നു. നെയിം ദിസ് പോയിന്റ് V, സ്മോൾ ലെറ്റർ V. അപ്പൊ ഈ ടോപ്പ് വ്യൂ നമ്മൾ XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് നമുക്ക് V എന്ന് നെയിം ചെയ്യാം, സ്മോൾ ലെറ്റർ V.
അപ്പൊ അത് നമ്മുടെ വെർട്ടിക്കൽ ട്രേസിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ സ്മോൾ ലെറ്റർ വി. ഇനി നമ്മൾ ഇവിടെ എച്ച് ഡാഷിൽ കൂടെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈൻ വരച്ച പോലെ ഇവിടെ വി എന്ന പോയിന്റിൽ കൂടെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈൻ നമുക്ക് വരയ്ക്കാം. നമുക്ക് വെർട്ടിക്കൽ ഈ ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇനി നമുക്ക് നെക്സ്റ്റിലെ ഈ ഫ്രണ്ട് വ്യൂ ബാക്കോട്ട് ട്രേസ് ചെയ്ത് ഈ വെർട്ടിക്കൽ പ്രൊജക്ഷൻ ലൈനിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് നമുക്ക് വെർട്ടിക്കൽ ട്രേസ് വി ടി കിട്ടുക. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ ഈ ഒരു പ്രൊജക്ഷൻ ലൈനിൽ എവിടെയാണ് മീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഈ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ മീറ്റ് ചെയ്തു. അപ്പൊ ഈ പോയിന്റ് ആണ് ഈ ലൈനിന്റെ വെർട്ടിക്കൽ ട്രേസ്. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു എക്സ് വൈ ലൈൻ വരച്ചു, റെഫറൻസ് ലൈൻ. ഇനി നമുക്ക് പോയിന്റ് എന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. and A is 15 mm above HP. അപ്പോൾ എന്റെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കാം. എ എന്ന പോയിന്റ് ഈസ് 15 mm above HP. നമുക്ക് എ ഡാഷ് കിട്ടി. ആൻഡ് ഇസ് 20 mm in front of VP. അപ്പൊ എക്സ് വൈ ലൈനിന്റെ താഴെ 20 mm എന്റെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ എ കിട്ടി. നമുക്ക് എ എന്ന പോയിന്റിൽ കൂടെ ഒരു ലോക്കസ് ലൈൻ വരച്ചു വയ്ക്കാം. എ ഡാഷ് എന്ന പോയിന്റിൽ കൂടെ ലോക്കസ് ലൈൻ വരയ്ക്കാം. ഇനി ക്വസ്റ്റിൽ അതിന്റെ ട്രൂ ലെങ്ത്. അപ്പൊ ലൈൻ എ ബിയുടെ ട്രൂ ലെങ്ത് 70 mm തന്നിട്ടുണ്ട്. അതുപോലെ ട്രൂ ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി. ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് തീറ്റ, അതായത് ഇൻക്ലിനേഷൻ ടു HP. അപ്പൊ ആ ട്രൂ ഇൻക്ലിനേഷൻ നമുക്ക് ഇവിടെ വരയ്ക്കാം. എ ഡാഷ് ചെയ്യുന്നത് ട്രൂ ഇൻക്ലിനേഷൻ 30 ഡിഗ്രിയിൽ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഇതായിരിക്കും അതിന്റെ ട്രൂ ലെങ്ത്തിന്റെ ലൈൻ. ഈ ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 70 mm. അപ്പൊ 70 mm ഈ ലൈനിൽ മാർക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ ട്രൂ ലെങ്ത് അത് നമുക്ക് B1 നെയിം ചെയ്യാം. B1 ഫ്രണ്ട് വ്യൂ ആയിട്ട് B1 ഡാഷ് നെയിം ചെയ്യാം. ഇതാണ് ആ ലൈനിന്റെ ട്രൂ ലെങ്ത് 70 mm. അതുപോലെ അതിന്റെ ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് റെസ്പെക്ട് ടു VP അതായത് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 45 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാം. അതുപോലെ തന്നെ അതിന്റെ ട്രൂ ലെങ്ത് 70 mm ആണ്. അപ്പൊ 70 mm ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലൈനിന്റെ ട്രൂ ലെങ്ത് കിട്ടി. ട്രൂ ലെങ്ത് 70 mm 45 ഡിഗ്രി. ഈ ആംഗിൾ 5, ഈ ആംഗിൾ തീറ്റ. ഇതിന് നമുക്കൊരു വേറെ നെയിം കൊടുക്കാം, V2. അപ്പൊ നമുക്ക് രണ്ട് ട്രൂ ലെങ്ത്തും കിട്ടി. ഇനി നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ബി എന്ന് കിട്ടിയിട്ടുള്ള ഈ പോയിന്റ്സിൽ കൂടെ നമുക്കൊരു ലോക്കസ് ലൈൻ വരച്ചു വെക്കാം. B2 കൂടെ നമ്മൾ ലോക്കസ് ലൈൻ വരച്ചു. അതുപോലെ B1 ഡാഷിൽ കൂടെ ഒരു ലോക്കസ് ലൈൻ വരച്ചു. നമുക്ക് ലൈൻ റൊട്ടേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അത് ഈ ഒരു ലോക്കസ് ലൈനിലായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ ടോപ്പ് വ്യൂ വരാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ട്രൂ ലെങ്ത് തന്നെ എടുക്കാം, AB2. അപ്പൊ ഈ ട്രൂ ലെങ്ത്, ഈ ടോപ്പ് വ്യൂ ഉള്ള ഈ ട്രൂ ലെങ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ ട്രൂ ലെങ്ത് നമ്മൾ ആദ്യം റൊട്ടേറ്റ് ചെയ്യില്ല, ആദ്യം നമ്മൾ പ്രൊജക്ട് ചെയ്യാം. ട്രൂ ലെങ്ത് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് വ്യൂയിലേക്ക് ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ട്രൂ ലെങ്ത് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു. ഇനി നമ്മൾ കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്തു. ഈ ലെങ്ത് വെച്ച് നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ ട്രൂ ലെങ്ത് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തു, കോമ്പസ് ഇവിടെ ഫിക്സ് ചെയ്ത് ഈ ലൈൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ഈ പോയിന്റ് ആണ് നമ്മുടെ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ B ഡാഷ്. പോയിന്റ് ബിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി, B ഡാഷ്. A ഡാഷ് B ഡാഷ് ജോയിൻ ചെയ്താൽ നമുക്ക് ലൈനിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ടോപ്പ് വ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കിട്ടാൻ, ടോപ്പ് വ്യൂ ഈ ഒരു ലോക്കസ് ലൈനിലായിരിക്കും വരാം.
ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ ഉള്ള ട്രൂ ലെങ്ത് എടുത്തു A' B1'. ഈ ട്രൂ ലെങ്ത് എടുത്ത് നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ താഴോട്ട് പ്രൊജക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ലൈൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ A എന്ന പോയിന്റിൽ കോമ്പസ് ഫിക്സ് ചെയ്തു, ഈ റേഡിയസ് എടുത്തു, നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. ഈ ലെങ്ത്തിൽ നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ ഇന്റർസെക്ട് ചെയ്തു. ഇതാണ് ആ ലൈനിന്റെ ടോപ്പ് വ്യൂ. പോയിന്റ് ബിന്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടി, ബി, സ്മോൾ ലെറ്റർ ബി. അപ്പൊ AB ജോയിൻ ചെയ്താൽ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂവും കിട്ടി. ഇനി നമുക്ക് ട്രേസസ് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ട്രേസസ് മാർക്ക് ചെയ്യാൻ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. നമുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ട്രേസ് തന്നെ മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ ട്രേസ് മാർക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ പിക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് വ്യൂ എടുത്തു, ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ ബാക്കോട്ട് ട്രേസ് ചെയ്തു. ഈ ഒരു ലൈനെ നമ്മൾ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. A' B' നമ്മുടെ ഫ്രണ്ട് വ്യൂ പിക്ക് ചെയ്തു, ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ ബാക്കോട്ട് ട്രേസ് ചെയ്തു. അത് XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് H' എന്ന് നെയിം ചെയ്യാം. നമ്മുടെ ഹൊറിസോണ്ടൽ ട്രേസിന്റെ ഫ്രണ്ട് വ്യൂ ആണ് H'. നമുക്ക് H' കിട്ടി. ഇനി H' കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ, ഒരു പ്രൊജക്ടർ ലൈൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് H' കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി ഈ വെർട്ടിക്കൽ ലൈനിൽ ടോപ്പ് വ്യൂ ബാക്ക്വേർഡ് പ്രൊജക്ട് ചെയ്ത് എവിടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് HT. അപ്പൊ നമുക്ക് ടോപ്പ് വ്യൂ എടുക്കാം. ടോപ്പ് വ്യൂ നമുക്ക് ബാക്കോട്ട് ട്രേസ് ചെയ്യാം. ടോപ്പ് വ്യൂ ബാക്കോട്ട് ട്രേസ് ചെയ്തു. ഈ H' വരയ്ക്കുന്ന ഈ വെർട്ടിക്കൽ ലൈനിൽ എവിടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് ആണ് ഹൊറിസോണ്ടൽ ട്രേസ് HT. നമുക്ക് ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടി HT. ഇനി നമുക്ക് വെർട്ടിക്കൽ ട്രേസും കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ വെർട്ടിക്കൽ ട്രേസ് മാർക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ടോപ്പ് വ്യൂ പിക്ക് ചെയ്യാം. നമ്മൾ ടോപ്പ് വ്യൂ എടുത്തു. ഇനി ടോപ്പ് വ്യൂ നമ്മൾ ബാക്കോട്ട് ട്രേസ് ചെയ്ത് XY ലൈനിൽ മുട്ടിക്കണം. XY ലൈനിൽ എവിടെ മീറ്റ് ചെയ്യാൻ നോക്കാം. ഈ XY ലൈൻ കുറച്ച് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കട്ടെ. ഇനി നമ്മുടെ ടോപ്പ് വ്യൂ AB ബാക്കോട്ട് ട്രേസ് ചെയ്തു. ഇവിടെ വരെ ഓൾറെഡി ട്രേസ് ചെയ്തിട്ടുണ്ട്. നമ്മളത് XY ലൈനിൽ മുട്ടിച്ചു. നമുക്ക് പോയിന്റ് സ്മോൾ ലെറ്റർ V കിട്ടി. അതായത് വെർട്ടിക്കൽ ട്രേസിന്റെ ടോപ്പ് വ്യൂ V കിട്ടി. ഇനി V എന്ന പോയിന്റിൽ കൂടെ നമുക്കൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ ഒരു വെർട്ടിക്കൽ ലൈനിൽ ഫ്രണ്ട് വ്യൂ ബാക്കോട്ട് ട്രേസ് ചെയ്ത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് നമ്മുടെ വെർട്ടിക്കൽ ട്രേസ്. നമുക്ക് ഫ്രണ്ട് വ്യൂ എടുത്ത് ബാക്കോട്ട് ട്രേസ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ നമ്മൾ ബാക്കോട്ട് ട്രേസ് ചെയ്താൽ ഇവിടെ വരെ നമ്മൾ ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് വ്യൂ ബാക്കോട്ട് ട്രേസ് ചെയ്തു. ഈ V എന്ന ലൈനിന്റെ ഈ വെർട്ടിക്കൽ ലൈൻ V പോയിന്റ് വരുന്ന വെർട്ടിക്കൽ ലൈനിൽ എവിടെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നമുക്ക് വെർട്ടിക്കൽ ട്രേസ് കിട്ടി. ഇതാണ് വെർട്ടിക്കൽ ട്രേസ്. അപ്പൊ നമുക്ക് VT കിട്ടി, HT കിട്ടി. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് HT XY ലൈനിൽ എത്ര ഡിസ്റ്റൻസ് എന്നാണ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസും കൂടി നമ്മൾ മെഷർ ചെയ്ത് ആൻസർ ചെയ്യേണ്ടി വരും. ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ട്രേസസ് കണ്ടുപിടിക്കുക. ഇപ്പൊ ഇതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം V എന്ന പോയിന്റും H' എന്ന പോയിന്റും ഓൾവേസ് XY ലൈനിൽ മാത്രമേ വരുള്ളൂ. കാരണം ഇത് ബാക്കോട്ട് ട്രേസ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന XY ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മൾ V എന്നും H' എന്നും നെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ നോക്കിയാൽ കാണാം A' B' അതുപോലെ H' ആൻഡ് VT. അതായത് ഫ്രണ്ട് വ്യൂവും H' VTയും ഒരേ ലൈനിലായിരിക്കും, ഒരേ ലൈനിലാണ് വരുന്നത്. അപ്പോൾ ഇത് കൊളീനിയർ പോയിന്റ്സ് ആണ്. ഫ്രണ്ട് വ്യൂവിന്റെ രണ്ട് പോയിന്റ്സ് A' B' അതുപോലെ H' ആൻഡ് VT. അതുപോലെ തന്നെ
ടോപ്പ് വ്യൂ എടുക്കാം, എ ബി. അപ്പൊ ടോപ്പ് വ്യൂവും ഈ പോയിന്റ് വിയും എച്ച് ടിയും ഒരേ സെയിം ലൈനിലായിരിക്കും. കൊളീനിയർ പോയിന്റ്സ് ആണ് ഈ പോയിന്റ്സ് ബിയും എച്ച് ടിയും. ടോപ്പ് വ്യൂവിന്റെ പോയിന്റ്സ് എയും ബിയും. ഓക്കെ, അതുപോലെ വിയും വി ടിയും ഒരേ വെർട്ടിക്കൽ ലൈനിലാവും വരാം. എച്ച് ഡാഷും എച്ച് ടിയും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും റിസൾട്ട് വരാം? ആക്ച്വൽ റിസൾട്ട് എങ്ങനെയായിരിക്കും വരാം? ഞാൻ വരച്ചതിലുള്ള മെഷർമെന്റ്സ് വെച്ചിട്ടുള്ള വരച്ചിട്ടില്ല, അത് കാരണമായിരിക്കും അത് അങ്ങോട്ട് മാറിപ്പോയിട്ടില്ല. ആക്ച്വലി റിസൾട്ട് ഇങ്ങനെയായിരിക്കും വരാം. നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ് എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു, ആ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ഈ ഒരു മൊഡ്യൂളിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇപ്പം നമ്മൾ ആദ്യം തന്നെ പോയിന്റ് പഠിച്ചു, ഇനി ലൈൻ പഠിച്ചു, ഇനി പ്ലെയിൻ പഠിക്കാനുണ്ട്, അതുപോലെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ പ്ലെയിൻ ഫിഗേഴ്സിന്റെ നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒക്കെ എങ്ങനെയാണ് വരയ്ക്കാന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ഫിഗേഴ്സ് ആണ് എക്സാമിന്. പ്രൊജക്ഷൻ ഓഫ് സ്ക്വയർ ലാമിന അല്ലെങ്കിൽ സ്ക്വയർ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ പ്ലെയിൻ തന്നെ ചോദിക്കാറുണ്ട്. ഈ ലാമിന അതുപോലെ പ്ലെയിൻ, പ്ലേറ്റ് ഇതെല്ലാം ഒരേ സംഭവം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനൊരു വോള്യൂം ഉണ്ടാവില്ല. ഒരു ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഉണ്ടാവും, അതിനൊരു തിക്നെസ് ഉണ്ടാവില്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്കൊരു പീസ് ഓഫ് പേപ്പർ, അപ്പൊ ഒരു പേപ്പറിന് ഒരു തിക്നെസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ തിക്നെസ് 0 ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലെയിൻ ഫിഗർ നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് എക്സാമിന് കോമൺലി വരുന്ന ഫിഗേഴ്സ് ആണ്. നമുക്കൊരു പ്രൊജക്ഷൻസ് വരയ്ക്കാൻ വരാറുണ്ട്. സാധാരണ സ്ക്വയർ ചോദിക്കാറുണ്ട്, സ്ക്വയർ ലാമിന അല്ലെങ്കിൽ സ്ക്വയർ പ്ലേറ്റ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. സ്ക്വയർ ഈ ഒരു ഫിഗേഴ്സ് ആണ് സാധാരണ നമുക്ക് വരാറ്. അതിൽ അധികം ചോദിക്കാറുള്ളത് സ്ക്വയർ, റെക്ടാങ്കിൾ, അതുപോലെ പെന്റഗൺ, ഹെക്സഗൺ, ട്രയാങ്കിൾ, ഇതുപോലത്തെ പ്ലെയിൻ ഫിഗേഴ്സിന്റെ ആണ് സാധാരണ നമുക്ക് എക്സാമിൽ ചോദിക്കാറുള്ളത്. ഇനി ഈ ഒരു പ്ലെയിൻ ഫിഗേഴ്സ് നമ്മുടെ സ്പേസിൽ എങ്ങനെയൊക്കെ വരും, അതായത് എച്ച് പി ആൻഡ് വി പിനെ റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സർഫസസ് എങ്ങനെയൊക്കെ നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ടെന്ന് നോക്കാം. ഓറിയന്റേഷൻ ഓഫ് പ്ലെയിൻസ് ഇൻ സ്പേസ്. അപ്പോൾ ഈ കുറച്ച് കണ്ടീഷൻസിലാണ് സാധാരണ നമുക്ക് പ്രോബ്ലംസ് വരാറ്. പ്ലെയിൻസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. നമ്മുടെ ലൈൻസും പോയിന്റ്സ് ഒക്കെ പഠിച്ച പോലെ തന്നെ, ലൈൻസിന്റെ കേസൊക്കെ പോലെ തന്നെ ഇതിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്ലെയിനിന് പാരലലും ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആവും, അല്ലെങ്കിൽ രണ്ട് പ്ലെയിനും പാരലൽ ആയിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ ആവാം. അല്ലെങ്കിൽ പ്ലെയിൻ ഏതെങ്കിലും ഒരു പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിട്ടും ആവാം. പ്ലെയിൻ ഇൻക്ലൈൻ ടു ഇപ്പൊ ഏതെങ്കിലും ഒരു പ്ലെയിൻ വി പിക്ക് ഇൻക്ലൈൻഡും എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് എടുക്കാം, പ്ലെയിൻസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പൊ ഈ ഒരു കണ്ടീഷൻ നോക്കിയാൽ നമുക്ക് കാണാം, പ്ലെയിൻ ഒരു സ്ക്വയർ പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ സ്ക്വയർ ലാമിന എന്ന് പറയാറുണ്ട് ക്വസ്റ്റ്യനിൽ. സ്ക്വയർ പ്ലെയിൻ ഇസ് പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സ്ക്വയർ പ്ലെയിൻ ഇസ് പാരലൽ ടു വി പി. ഇവിടെ നോക്കി കാണാം, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഈ വെർട്ടിക്കൽ പ്ലെയിനിന് നമുക്ക് തന്നിട്ടുള്ള ഈ സ്ക്വയർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്ക്വയർ പ്ലെയിൻ പാരലൽ ആണ്. അപ്പൊ നമ്മുടെ ലൈനിന്റെ കേസ് പോലെ തന്നെ ഈ പ്ലെയിനിന് വി പി എന്നുള്ള പ്ലെയിനിന് നമുക്ക് തന്നിട്ടുള്ള ഈ ഫിഗർ സ്ക്വയർ പാരലൽ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ അതിന്റെ ട്രൂ ലെങ്ത്, ഇവിടെ നമുക്ക് അതിനെ ട്രൂ ഷേപ്പ് എന്ന് പറയാം, കാരണം ഇതിനൊരു ഏരിയ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനൊരു ട്രൂ ഷേപ്പ് എന്ന് പറയാം. ഈ കിട്ടുന്ന ഇമേജ് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് കിട്ടും.
അതുപോലെ തന്നെ ഈ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. നമുക്ക് നല്ല സ്ക്വയർ പ്ലെയിൻ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ എച്ച് പി പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ അതിന്റെ ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഈ ഒരു സൈഡ്, ഈ എ ബി എന്നുള്ള സൈഡ് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാം. അതുപോലെ ഈ സി ഡി എന്നുള്ള സൈഡ് നമുക്ക് എ ബിയുടെ പുറകിലായിട്ട് നമുക്കത് കാണാൻ പറ്റില്ല, നമുക്കത് റെപ്രസെന്റ് ചെയ്യാം. എ ബിയുടെ ബാക്ക് സൈഡിൽ നമുക്ക് ഈ സി ഡി എന്നുള്ള സൈഡും കൂടി കിട്ടും. പിന്നെ ഈ ഒരു പ്ലെയിൻ ബാക്കോട്ട് പ്രൊജക്ട് ചെയ്താൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെ മീറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഹൊറിസോണ്ടൽ ട്രേസ്, വെർട്ടിക്കൽ ട്രേസും പ്ലെയിൻസും മേക്ക് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഡിസ്കസ് ചെയ്യണ്ട. അപ്പോൾ ഹൊറിസോണ്ടൽ ട്രേസ്, വെർട്ടിക്കൽ ട്രേസ് സാധാരണ ചോദിക്കാറില്ല പ്ലെയിൻസിന്റെ കേസിൽ. അപ്പൊ നമുക്കത് ഇപ്പൊ തൽക്കാലം നോക്കണ്ട. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻസ് നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ ഈ പ്ലെയിൻ എച്ച് പി താഴോട്ട് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് വൈ ലൈനിന്റെ മേലെ ഈ ഒരു ഫിഗറിന്റെ ട്രൂ ഷേപ്പ്, നമ്മൾ ലൈൻസിന്റെ കേസിൽ ട്രൂ ലെങ്ത് ആയിരുന്നു, ഇവിടെ നമുക്ക് ട്രൂ ഷേപ്പ് കിട്ടും. അതുപോലെ എക്സ് വൈ ലൈനിന്റെ താഴെ ഈ ഒരു പ്ലെയിനിന്റെ ഒരു ലൈനായിട്ട് കിട്ടും. പക്ഷെ ആ ലൈനും ഒരു ട്രൂ ലെങ്ത് ആയിരിക്കും. ഈ എ ബി എന്ന സൈഡിന്റെ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇതൊരു പ്രൊജക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെയല്ല ഫിഗർ കിട്ടാം. എക്സ് വൈ ലൈനിന്റെ മേലെ അതിന്റെ ടോപ്പ് വ്യൂ, എ ബി സി ഡിയുടെ ഫ്രണ്ട് വ്യൂ, സോറി എക്സ് വൈ ലൈനിന്റെ മേലെ എ ബി സി ഡിയുടെ ഫ്രണ്ട് വ്യൂ, എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് കിട്ടും. അതുപോലെ ഈ ഒരു പ്ലെയിനിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ഈ പോയിന്റ് എയും ബിയും കാണാൻ പറ്റും. എന്റെയും ബിന്റെയും പുറകിലായിട്ട് നമുക്ക് സിയും ഡിയും കാണാൻ പറ്റും. അപ്പൊ സിയും ഡിയും നമുക്ക് എന്റെ കൂടെ മാർക്ക് ചെയ്യാം. അത് ഇതിന്റെ ബാക്കിലാണ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ എ എന്ന പോയിന്റിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് ഡി എന്ന് കൊടുക്കാം. എന്റെ പുറകിലാണ് ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ ബി എന്ന പോയിന്റിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് സി കാണുന്ന റെപ്രസെന്റ് ചെയ്യാൻ സി നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. പ്ലെയിൻ പാരലൽ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പിയുടെ കേസ് ആണ് ഈ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. അപ്പൊ ഈ കേസിൽ നോക്കാം, നമുക്ക് തന്നിട്ടുള്ള ഈ പ്ലെയിൻ, നമുക്കൊരു സ്ക്വയർ പ്ലെയിൻ തന്നിട്ടുണ്ട് എ ബി സി ഡി. ഈ എ ബി സി ഡി എന്നുള്ള പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലൽ ആണ്. അതുപോലെ ഈ വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ, ഫ്രണ്ട് വ്യൂ ഓഫ് ഈ എ ബി സി ഡി എന്ന സ്ക്വയർ പ്ലെയിൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് ഈ സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പ് കാണാൻ പറ്റില്ല. പകരം ഈ ഒരു സൈഡ് എ ബി എന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഇമേജ് നമുക്ക് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്താൽ നമുക്ക് എ ബി അതിന്റെ ഫ്രണ്ട് വ്യൂ, അപ്പൊ എ ഡാഷ് ബി ഡാഷ് നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ സി ഡി എ ബിയുടെ ബാക്ക് സൈഡിൽ കിട്ടും. അപ്പോൾ ഡി ഡാഷ് സി ഡാഷ് നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ കിട്ടും. അപ്പൊ നമുക്കത് ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂവിൽ അതിന്റെ ട്രൂ ലെങ്ത് അല്ലെങ്കിൽ ട്രൂ ഷേപ്പ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. കാരണം അത് എച്ച് പിക്ക് പാരലൽ ആയതുകൊണ്ട്. അപ്പൊ ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് എ ബി സി ഡി കിട്ടും. അപ്പൊ ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഈ എച്ച് പി എന്ന പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എക്സ് വൈ ലൈനിന്റെ മുകളിലായിട്ട് നമുക്ക് അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. അതൊരു ലൈനായിട്ട് കിട്ടി, എ ഡാഷ് ബി ഡാഷ്. അതുപോലെ ബി ഡാഷ് സി ഡാഷ് എ ബി എന്ന ലൈനിന്റെ ബാക്ക് സൈഡിൽ അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്തു.
അതുപോലെ അതിന്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് കിട്ടി, ABCD. അപ്പോൾ ഈ ഒരു പ്ലെയിനിന്റെ ട്രൂ ഷേപ്പ് നമുക്ക് ഇതിൽ ടോപ്പ് വ്യൂവിലാണ് കിട്ടുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കാം. ഒരു തേർഡ് കേസ്, എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് VP ആൻഡ് HP. അപ്പൊ ഇതെങ്ങനെയാ കണ്ടീഷൻ? നമുക്ക് നമുക്ക് VP ഉണ്ട്, HP പ്ലെയിൻ ഉണ്ട്. ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ABCD ഈ ഒരു സ്ക്വയർ പ്ലെയിൻ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആണ്. രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആകുമ്പോൾ നമുക്കിപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ ഈ സൈഡ് AB കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ട് വ്യൂ A', B'. ABയുടെ ബാക്ക് സൈഡിൽ ഈ സൈഡ് CD കാണാം. അപ്പോൾ ബാക്ക് സൈഡ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ C', D' നമ്മൾ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്തു. അതുപോലെ ടോപ്പ് വ്യൂവിൽ നോക്കിയാലും നമുക്ക് ഈ സൈഡ് AD ആയി കിട്ടും. നമുക്കതും ഒരു ലൈൻ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂവിൽ AD ഒരു ലൈൻ കിട്ടും, ആ സൈഡിന്റെ ട്രൂ ലെങ്ത്. അതുപോലെ ADയുടെ ബാക്ക് സൈഡിൽ നമുക്ക് പോയിന്റ് Cയും Bയും കിട്ടും. അത് ഈ സൈഡിന്റെ ബാക്കിലാണ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്യാം. അപ്പൊ ഈ രണ്ട് കേസിലും ഈ ഒരു തന്നിട്ടുള്ള പ്ലെയിൻ HP-ക്കും VP-ക്കും പാരലൽ അല്ല. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് കിട്ടുന്നില്ല. നമുക്ക് ഈ ഒരു സൈഡ് ABയുടെ ട്രൂ ലെങ്ത് കിട്ടും അതിന്റെ ഫ്രണ്ട് വ്യൂവിൽ. അതുപോലെ ഈ ഒരു സൈഡ് ADയുടെ ട്രൂ ലെങ്ത് കിട്ടും അതിന്റെ ടോപ്പ് വ്യൂവിൽ. പക്ഷെ നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് ഒരു പ്ലെയിനിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. കാരണം ഈ ഷേപ്പ് ഒരു പ്ലെയിനും പാരലൽ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതിന്റെ പ്രൊജക്ഷൻ നമുക്ക് വരച്ചു നോക്കാം. ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കത് XY ലൈനിന്റെ മുകളിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ AB അതുപോലെ CD അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് XY ലൈനിന്റെ മുകളിൽ കിട്ടും. അതുപോലെ അതിന്റെ ടോപ്പ് വ്യൂ ABCD നമുക്ക് അതിന്റെ താഴെ കിട്ടും. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാ പ്രോബ്ലംസും ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരാം പ്ലെയിൻസിന്റെ കേസിൽ. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന കണ്ടീഷൻസേ നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യണ്ടോ. അപ്പോൾ സെക്കൻഡ് അതുപോലെ തേർഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ വരുന്ന കണ്ടീഷൻസ് നമുക്ക് ഇതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആ കേസുകൾ നമുക്ക് ഇതിൽ ഡിസ്കാർഡ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള കേസുകൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ഒരു കേസ് കൂടി നോക്കാം. എ പ്ലെയിൻ ഇൻക്ലൈൻ ടു HP ആൻഡ് പെർപെൻഡിക്കുലർ ടു VP. ഈ കേസിൽ നോക്കാം, നമുക്ക് തന്നിട്ടുണ്ട് ഒരു സ്ക്വയർ പ്ലെയിൻ ABCD. ഈ ABCDയുടെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കിയാൽ ഈ ഒരു ലൈൻ AB HP-ക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് കാണാം. കാരണം ഈ ഒരു പ്ലെയിൻ ABCD HP ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്, തീറ്റ. നമ്മൾ നേരത്തെ ലൈൻ പഠിച്ച കേസിൽ HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആയിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തീറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ABCD HP ആയിട്ട് ഒരു ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു VP. നമ്മുടെ VP എന്ന പ്ലെയിനിന് ഈ ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ആണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നമുക്ക് ഈ സൈഡ് AB ഇവിടെ കാണാൻ പറ്റും. ABയുടെ ബാക്ക് സൈഡിൽ നമുക്ക് CDയും കാണാൻ പറ്റും. നമ്മൾ ഫ്രണ്ട് വ്യൂ ഇവിടെ റെപ്രസെന്റ് ചെയ്തു, A' ബ്രാക്കറ്റിൽ D', B', C'. അപ്പൊ ഈ ഒരു ഫ്രണ്ട് വ്യൂ XY ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂല് ഈ ആംഗിൾ തീറ്റയും കാണാം. അതുപോലെ ഈ ടോപ്പ് വ്യൂ, ഈ ഒരു പ്ലെയിനിന്റെ ടോപ്പ് വ്യൂ നോക്കിയാൽ ആക്ച്വലി ഈ ഒരു സ്ക്വയർ പ്ലെയിൻ ഒരു തീറ്റ ഇൻക്ലിനേഷൻ ഉള്ളതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ നമുക്ക് അതിന്റെ ട്രൂ ഷേപ്പ് കിട്ടില്ല. ട്രൂ ഷേപ്പ് കിട്ടണമെങ്കിൽ ആ ഒരു പ്ലെയിൻ ഏതെങ്കിലും ഒരു റെഫറൻസ് പ്ലെയിനിലേക്ക് പാരലൽ ആയിരിക്കണം.
ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു പ്ലെയിൻ എ ബി സി ഡി എച്ച് പിക്ക് പാരലൽ അല്ല, പകരം ഒരു ഇൻക്ലിനേഷൻ തീറ്റ ഉണ്ട്. അപ്പോൾ ഈ ഒരു എ ബി സി ഡി ഈ ഒരു സ്ക്വയറിന്റെ ഡയമെൻഷൻ ഇപ്പോൾ 50 mm സൈഡ് ആണെങ്കിൽ നമുക്ക് അതേ ട്രൂ ഷേപ്പിലുള്ള ഒരു സ്ക്വയർ അല്ല നമുക്ക് ഇവിടെ ടോപ്പ് വ്യൂല് കിട്ടാം. പകരം ഒരു റെഡ്യൂസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കിട്ടാം. ഈ ബി സി എന്ന സൈഡിന്റെ ലെങ്ത് ശരിയായിരിക്കും, പക്ഷെ എ ബി എന്ന സൈഡ് റെഡ്യൂസ് ആയിട്ടാവും നമുക്ക് കിട്ടാം. അപ്പൊ ടോപ്പ് വ്യൂ നമുക്ക് പ്രൊജക്ട് ചെയ്താൽ സി നമ്മൾ താഴോട്ട് പ്രൊജക്ട് ചെയ്തു, ബി എന്ന പോയിന്റ് താഴോട്ട് പ്രൊജക്ട് ചെയ്തു, എ പ്രൊജക്ട് ചെയ്തു, ബി പ്രൊജക്ട് ചെയ്തു. അപ്പം നമുക്ക് കാണാം ഈ ഒരു ആക്ച്വൽ ഏരിയ അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്, പകരം ഒരു റെഡ്യൂസ്ഡ് ഏരിയ ആണ്. നമ്മുടെ ലൈനിന്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു, ഒരു ലൈനിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു റെഡ്യൂസ്ഡ് ലെങ്ത് ആണ് അതിന്റെ ഫ്രണ്ട് വ്യൂ അതുപോലെ ടോപ്പ് വ്യൂല് കിട്ടിയിരുന്നത്. അപ്പൊ ഇവിടെ പ്ലെയിന്റെ കേസിലും അതുപോലെ റെഡ്യൂസ്ഡ് ലെങ്ത്തിന് പകരം ഒരു റെഡ്യൂസ്ഡ് ഏരിയ ആയിരിക്കും നമുക്കിവിടെ കിട്ടാം. അപ്പൊ ഇത് നമുക്ക് പ്രൊജക്ട് ചെയ്ത് നോക്കാം എങ്ങനെ വരാമെന്ന് ഇതിന്റെ ഫിഗർ. ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കതിന്റെ ഫ്രണ്ട് വ്യൂല് എ ബി ഈ ഒരു സൈഡ് കിട്ടി. ആ ഒരു സൈഡ് വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. അപ്പൊ തീറ്റ ഒരു ഇൻക്ലിനേഷനിൽ നമുക്ക് ഈ ഒരു സൈഡ് കിട്ടി. അതുപോലെ ടോപ്പ് വ്യൂല് നമുക്ക് നോക്കിയാൽ ആക്ച്വലി ഇതിന്റെ ട്രൂ ഷേപ്പ് അല്ല, പകരം ഒരു റെഡ്യൂസ്ഡ് ഏരിയ, ട്രൂ ഏരിയക്ക് പകരം ഒരു റെഡ്യൂസ്ഡ് ഏരിയ നമുക്ക് ആ സ്ക്വയർ ഫിഗർ കിട്ടും. ഈ ഒരു കണ്ടീഷൻ നോക്കാം. എ പ്ലെയിൻ ഇൻക്ലൈൻ ടു വി പി ആൻഡ് പെർപെൻഡിക്കുലർ ടു എച്ച് പി. ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊരു പ്ലെയിൻ തന്നിട്ടുണ്ട് എ ബി സി ഡി, ഒരു സ്ക്വയർ പ്ലെയിൻ. ആ പ്ലെയിൻ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു പ്ലെയിൻ എ ബി സി ഡി, ഒരു പേപ്പറാണ് നമുക്ക് വിചാരിക്കുക, ഒരു പീസ് ഓഫ് പേപ്പർ എച്ച് ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് പ്ലെയിൻ ഈസ് ഇൻക്ലൈൻ ടു വി പി. നമുക്ക് വി പി എന്ന പ്ലെയിനിലേക്ക് നമുക്ക് തന്നിട്ടുള്ള പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ വി പി ആയിട്ട് ഇൻക്ലിനേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ 5 എന്നല്ല മാർക്ക് ചെയ്തിരുന്നത്. വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 ആയിരുന്നു നമ്മൾ ലൈൻസിന്റെ കേസിൽ പഠിച്ചത്. അപ്പൊ പ്ലെയിൻസിൽ നമുക്ക് അതുപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാം 5. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സ്ക്വയർ പ്ലെയിൻ വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ നോക്കാം. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആദ്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കി. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു പ്ലെയിനിന്റെ ട്രൂ ഷേപ്പ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല, കാരണം എ ബി സി ഡി ബി പി പ്ലെയിനിന് പാരലൽ അല്ല. ട്രൂ ഷേപ്പിന് പകരം ഒരു റെഡ്യൂസ്ഡ് ഷേപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ഷേപ്പിന്റെ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് എ ബാക്കോട്ട് പ്രൊജക്ട് ചെയ്യാം, ബി പോയിന്റ് പ്രൊജക്ട് ചെയ്യാം, ബി പ്രൊജക്ട് ചെയ്യാം, സി പ്രൊജക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആക്ച്വൽ ഷേപ്പിന് പകരം ഒരു റെഡ്യൂസ്ഡ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് എ ബി കറക്റ്റ് ലെങ്ത് കിട്ടും. പക്ഷേ ഈ ഒരു ഈ വി പി എച്ച് പി എന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ നമുക്കൊരു ലൈൻ ആയിട്ട് ആ ലെങ്ത് കിട്ടും എ ബി. പക്ഷെ അത് എ ബിയുടെ ട്രൂ ലെങ്ത് തന്നെയായിരിക്കും, എ ബി സൈഡിന്റെ ട്രൂ ലെങ്ത് തന്നെ കിട്ടും. അതുപോലെ ട്രൂ ഇൻക്ലിനേഷനും നമുക്ക് കിട്ടും 5. വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 നമുക്ക് അതിന്റെ ടോപ്പ് വ്യൂല് കിട്ടും. നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ XY ലൈനിന്റെ മുകളിൽ നമുക്കതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. അത് അതിന്റെ ട്രൂ ലെങ്ത് ആയിരിക്കില്ല, ഒരു റെഡ്യൂസ്ഡ് ഏരിയ ആയിരിക്കും. ട്രൂ ലെങ്ത് അല്ല, ട്രൂ ഷേപ്പ് ആയിരിക്കില്ല, ഒരു റെഡ്യൂസ്ഡ് ഏരിയ ആയിരിക്കും ഈ കിട്ടിയിട്ടുള്ളത്. അതുപോലെ അതിന്റെ ടോപ്പ് വ്യൂ നോക്കിയാൽ ആ ടോപ്പ് വ്യൂ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ 5, അതായത് വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 5 നമുക്ക് ടോപ്പ് വ്യൂല് കിട്ടും. അപ്പൊ ആ ഒരു ഇൻക്ലിനേഷനിൽ ഈ ഒരു പ്ലെയിനിന്റെ ഈ ഒരു സൈഡ് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇതിൽ ഓൾവേസ് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ക്വാഡ്രന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഓൾവേസ് നമുക്ക്
വി പി എപ്പോഴും എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും. അതുപോലെ എച്ച് പി എപ്പോഴും എക്സ് വൈ ലൈനിന്റെ താഴെ ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നതുകൊണ്ട് എപ്പോഴും വി പി എപ്പോഴും എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും, എച്ച് പി എപ്പോഴും താഴെ ആയിരിക്കും. നമുക്ക് ഓൾവേസ് ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിന്റെ മുകളിലായിരിക്കും, ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിന്റെ താഴെ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇനി ക്വസ്റ്റ്യനിൽ സാധാരണ ചോദിക്കാറുള്ള ഒരു കണ്ടീഷൻ അവർ പറയാറുണ്ട്, എ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് സൈഡ് ഓൺ എച്ച് പി, അതല്ലെങ്കിൽ എ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് സൈഡ് ഓൺ വി പി. ഇങ്ങനെ ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ, അതായത് പ്ലെയിൻ ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് സൈഡ്, ബേസ് സൈഡ് വെച്ചാണ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എച്ച് പിയിലായാലും വി പിയിലായാലും ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ബേസ് സൈഡ്. ഈ ഒരു കണ്ടീഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം, എ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് സൈഡ് ഓൺ എച്ച് പി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ എച്ച് പിയിലായിരിക്കും ആ പ്ലെയിൻ. അപ്പോൾ നമുക്ക് എച്ച് പി എപ്പോഴും എക്സ് വൈ ലൈനിന്റെ താഴെയാവും വരാം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ബേസ് സൈഡ് ഓൺ എച്ച് പി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡാണ് ഒരു ഫിഗറിന്റെ സാധാരണ കൺസിഡർ ചെയ്യാറ്. നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് നമുക്ക് ലെഫ്റ്റ് സൈഡ് അസ്യൂം ചെയ്യാം. ഈ ഒരു സൈഡ് എല്ലാ ഫിഗറിന്റെയും ഈ ഒരു ലെഫ്റ്റ് സൈഡ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ഒരു ലെഫ്റ്റ് സൈഡില് ഇത് നമുക്ക് ബേസ് സൈഡിൽ നിന്ന് എടുക്കാം. ഇപ്പൊ ഈ ഒരു ട്രയാങ്കിൾ ഫിഗർ, ഈ ട്രയാങ്കിൾ പ്ലെയിനിന്റെ ബേസ് സൈഡ് റെസ്റ്റ് ഓൺ എച്ച് പി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഗർ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതിന്റെ ഏതെങ്കിലും ഒരു ബേസ് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ വരുന്ന പോലെ. നമുക്കൊരു സ്ക്വയർ പ്ലെയിൻ ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ പ്ലെയിനിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന പോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇപ്പൊ നമുക്കൊരു പെന്റഗൺ തന്നിട്ടുണ്ട്. അപ്പൊ പെന്റഗണിന്റെ ബേസ് സൈഡ് ഓൺ എച്ച് പി എന്ന് പറയുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ബേസ് ഈ എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ വരുന്ന പോലെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ കേസിലൊരു ഹെക്സഗൺ, ഈ ഹെക്സഗൺ വരുമ്പോഴും അതിന്റെ ബേസ് സൈഡ്, ഈ ഒരു ബേസ് സൈഡ് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ വരുന്ന പോലെയാണ് വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ എ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് സൈഡ് ഓൺ വി പി, ബേസ് സൈഡ് ഓൺ വെർട്ടിക്കൽ പ്ലെയിൻ വി പി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് വി പി വരാം, ലൈനിന്റെ താഴെ എച്ച് പി ആവും. അപ്പൊ ബേസ് സൈഡ് ഓൺ വി പി എന്ന് പറയുമ്പോൾ ഇതേ ഫിഗേഴ്സ് തന്നെ എക്സ് വൈ ലൈനിന്റെ മുകളിൽ, അതായത് വി പിയിൽ ഈ ലെഫ്റ്റ് സൈഡ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡ് എടുക്കാം. ഈ ലെഫ്റ്റ് സൈഡുകളെല്ലാം ബേസ് സൈഡ് ഓൺ വി പി എന്ന് പറയുമ്പോൾ ബേസ്, ഇപ്പൊ ഈ ഒരു പ്ലെയിൻ ട്രയാങ്കിൾ പ്ലെയിനിന്റെ ബേസ് എക്സ് വൈ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ ഈ സ്ക്വയർ പ്ലേറ്റിന്റെ ഏതെങ്കിലും ഒരു ബേസ് ഇസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. ഇപ്പൊ പെന്റഗൺ ആണെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അല്ലെങ്കിൽ അതിന്റെ ബേസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ. ഹെക്സഗൺ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ബേസ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതാണ് ഒരു കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഇനിയിപ്പോൾ ബേസ് അല്ലെങ്കിൽ അതല്ലാത്ത കേസിലൊക്കെ സാധാരണ കോർണർ, എ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ എച്ച് പി എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ സൈഡ്, നമുക്ക് എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം ഈ ലെഫ്റ്റ് സൈഡ് എടുക്കുക, ഒരു ഫിഗറിൻ്റെ എല്ലാ ഫിഗറിൻ്റെയും ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇപ്പോൾ ഒരു ട്രയാങ്കുലർ പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോർണർ വരുന്ന പോലെ ആയിരിക്കും നമ്മൾ ഫിഗർ വരയ്ക്കേണ്ടി വരാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ കോർണർ, ഈ ഒരു കോർണർ ഇതിൽ ഏതെങ്കിലും ഒരു കോർണർ ആവാം. അപ്പോൾ ആ കോർണർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെ ആയിരിക്കും വരയ്ക്കേണ്ടി വരാം. ഇപ്പോൾ നമ്മളിവിടെ സ്ക്വയർ വരച്ചിരുന്നില്ലേ നേരത്തെ, റെസ്റ്റിംഗ് ഓൺ ദ ബേസ് സൈഡ് ഓഫ് എച്ച് പി. ഇവിടെ ബേസ് സൈഡിന് പകരം കോർണർ വരാണെങ്കിൽ നമ്മൾ സ്ക്വയർ ടിൽറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരയ്ക്കേണ്ടി വരാം, കോർണർ ഓൺ എച്ച് പി എന്ന് പറയുകയാണെങ്കിൽ. അതുപോലെ പെന്റഗണിന്റെ കേസിലും
കോർണർ ആണ് വരുന്നെങ്കിൽ ആ കോർണർ ആണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കേണ്ടത്. ഹെക്സഗൺ വരുമ്പോഴും അതുപോലെ ഹെക്സഗണിന്റെ ഏതെങ്കിലും ഒരു കോർണർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെയും വരയ്ക്കേണ്ടി വരാം. അത് എച്ച് പിയിലാണ് ആ കോർണർ വരുന്നതെങ്കിൽ നമുക്കറിയാം XY ലൈനിന്റെ താഴെയാവും HP വരാം, അതിന്റെ മുകളിൽ VP ആവും. അപ്പോൾ പ്ലെയിൻ ഈസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇസ് കോർണർ ഓൺ HP എന്ന് പറയുമ്പോൾ HP-യിൽ ആണ് ഈ കോർണർ വരയ്ക്കേണ്ടത്. ഇനി ഇതേ പ്രോബ്ലം എ പ്ലെയിൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ VP, വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ VP എന്ന് പറയുകയാണെങ്കിൽ XY ലൈനിന്റെ മുകളിലായിരിക്കും വെർട്ടിക്കൽ പ്ലെയിൻ വരാം. അപ്പൊ നമ്മുടെ ഈ തന്നിട്ടുള്ള പ്ലെയിൻ ഫിഗേഴ്സ് എല്ലാം XY ലൈനിന്റെ മുകളിലാവും വരയ്ക്കേണ്ടി വരാം, കാരണം ഇറ്റ് ഈസ് റെസ്റ്റിംഗ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ VP. അപ്പൊ ഏതെങ്കിലും ഒരു കോർണർ ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെയാവും ഈ എല്ലാ കേസിലും നമ്മൾ വരയ്ക്കേണ്ടി വരാം. അത് VP ആണെങ്കിൽ നമ്മൾ XY ലൈനിന്റെ മുകളിലാവും വരയ്ക്കുക. അതുപോലെ HP-യിലാണെങ്കിൽ HP XY ലൈനിന്റെ താഴെയായിരിക്കും. അപ്പോൾ ഈ കോർണർ എല്ലാം ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോലെ XY ലൈനിന്റെ താഴെയായും വരയ്ക്കേണ്ടി വരാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, നമുക്ക് പ്രോബ്ലത്തിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് കണ്ടിന്യൂ ചെയ്യാം.